എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് തിരിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ ഒരു പദമാണ് നമുക്കിന്ന് ചിന്തിക്കാൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. പുറപ്പാട് 3:7 ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ എന്ന് പറയുന്ന ഒരു പദമാണ്. എൻ്റെ ജനം. പുറപ്പാട് 3:7 നമുക്ക് വായിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. പുറപ്പാട് 3:10 നമ്മൾ വായിക്കും നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ. അതേപോലെ തന്നെ പുറപ്പാട് 4:22 ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദിജാതൻ തന്നെ. പുറപ്പാട് 7:4 നമ്മൾ വായിക്കുന്നു എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ. ഈ ഒരു വിളി എൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് 430 വർഷം അടിമത്തം അനുഭവിച്ച, കഷ്ടത അനുഭവിച്ച ഒരു ജനതയ്ക്ക് ഈ ഒരു വിളി കേൾക്കുമ്പോൾ 430 വർഷത്തെ അടിമത്തം മറന്നു പോകാനും ആനന്ദത്തിലേക്ക് ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കാനും വേണ്ടി ഈ ഒരു ഒറ്റ വിളി മാത്രം മതി. എൻ്റെ ജനമായ മക്കൾ, ഇസ്രായേൽ മക്കൾ. പുറപ്പാട് പുസ്തകം 8:22 അതേ ആശയത്തിൽ ആണ് എൻ്റെ ജനമായതുകൊണ്ട് ഒരു വേർതിരിപ്പ് വേർതിരിക്കും എന്ന് പറയുന്നു. പുറപ്പാട് 8:22 ഇസ്രായേൽ മക്കളും മിസ്രൈമ്യരും തമ്മിൽ ഒരു വേർതിരിക്കും. പുറപ്പാട് 9:4 നമ്മൾ കാണിക്കുന്നു അവർ തമ്മിൽ ഒരു വ്യത്യാസം വെക്കും. അതായത് ഇസ്രായേൽ മക്കളും മിസ്രൈമ്യരും തമ്മിൽ ഒരു വ്യത്യാസം വെക്കും. പുറപ്പാട് 9:26 ആ വ്യത്യാസം വെച്ചതുകൊണ്ട് നമുക്കറിയാം 10 ബാധകൾ വന്നു. 10 ബാധകൾ വന്നപ്പോൾ ചില ബാധകൾ പ്രത്യേകം എഴുതിയിരിക്കുന്നതും ഇസ്രായേൽ മക്കളുടെ ദേശത്ത് കൽമഴ ഉണ്ടായില്ല. പുറപ്പാട് 9:26 നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ പുറപ്പാട് 10:23 അതായത് എല്ലാ ദേശത്ത് മുഴുവൻ ഇരുട്ട് ആയിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ അവിടെ വെളിച്ചമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ ജനമായതുകൊണ്ട്, ദൈവത്തിന്റെ സ്വന്തം ജനമായതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണനയും കൂടെ കൊടുത്തിരിക്കുകയാണ് ഈ സ്വന്തം ജനത്തിന് വേണ്ടി. ഈ ആശയം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം പുറപ്പാട് 11:7 നമ്മൾ വായിക്കുന്നു ഇവർ തമ്മിൽ ഒരു വ്യത്യാസം വെക്കുന്നത് അത് ദൈവം വെക്കുന്ന വ്യത്യാസമാണ്. അത് വെക്കുമ്പോൾ 4 പേര് അറിയാനും കൂടാണ്. നമുക്കറിയാം അവസാനത്തെ ബാധ, അതായത് സംഹാരദൂതൻ വന്ന് ആദിജാതനായ എല്ലാ കന്നാലികളുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ആദിജാതനെ ജീവൻ എടുക്കുമ്പോൾ ആ വ്യത്യാസം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വെക്കുമ്പോൾ 10 പേര് അറിയാൻ വേണ്ടി ദൈവജനത്തിന്റെ സ്വന്തം ജനത്തിന്റെ മേല് ഒരു നായ പോലും നാവനക്കുകയില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 11:7 നമ്മൾ വായിക്കുന്നത്. അതേ ആശയം വരുമ്പോഴാണ് അതേ ആശയത്തിന് മേലാണ് പുറപ്പാട് 13:2 പറയുന്നത് കടിഞ്ഞൂലായി പിറക്കുന്ന കന്നാലികളുടെ ആയാലും മനുഷ്യരുടേതായാലും അവരെ വേർതിരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വേർതിരിക്കുക എന്നാണ്. ദൈവത്തിനായിട്ടുള്ളതായിട്ട് വേർതിരിക്കുക. പുറപ്പാടിന്റെ 13:2 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വേർതിരിക്കണം. സങ്കീർത്തനം 4:3 നമ്മൾ വായിക്കുന്നുണ്ട് യഹോവ ഭക്തരെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. അപ്പൊ ഈ വേർതിരിക്കുന്നു എന്ന് പറയുന്നത് സ്വന്തം ജനത്തിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ആണെന്ന് ദൈവത്തിന് അറിയാമെന്നത് കൊണ്ടാണ് അവരെ വേർതിരിക്കുക എന്ന് പറയുന്നത്.
പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ റോമാലേഖനം 1:2 നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസിനെ സുവിശേഷത്തിനായി വേർതിരിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസിന്റെ മാത്രം കാര്യമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വം തന്നെയല്ല, സുവിശേഷത്തിനായി വേർതിരിച്ചിരിക്കുന്നവരാണ് എല്ലാ വിശ്വാസികളും. ഗലാത്യർ 1:15 നമ്മൾ വായിക്കുന്ന അതേ വേർതിരിപ്പ് കൃപയാലാണെന്നും എഴുതി വച്ചിരിക്കുന്നു. ഗലാത്യർ 1:15. 1 കൊരിന്തി 1:30 നമ്മൾ വായിക്കുന്നത് അവനാലല്ലോ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നത്. അതായത് അവൻ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നത് തന്നെ അവനാലുള്ള ഒരു പ്രവൃത്തിയാണ്. അതിനോട് ചേർന്നിരിക്കുന്നതാണ് അവൻ നമുക്ക് ദൈവത്തിൻ്റെ നീതിയും ജ്ഞാനവും അതിൻ്റെ കൂട്ടത്തിൽ ശുദ്ധീകരണവും എന്നുള്ള പദം വന്നിരിക്കുന്നത് തന്നെ വേർതിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അത് വരുന്നത്. വേർതിരിച്ചിരിക്കുക. എന്താണ് ഈ വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെ വ്യത്യാസം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ സവാള നല്ലത് നോക്കി, സവാള കൂട്ടിയിട്ടിരിക്കുന്നിടത്തുനിന്ന് നല്ലത് നോക്കി തൂക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ വില കൊടുക്കുക. അല്ലെ തക്കാളി ഇട്ടിരിക്കുന്നിടത്തുനിന്ന് നല്ലത് നമുക്ക് വേണ്ടിയത് തിരഞ്ഞെടുത്ത് തൂക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ വില കൊടുക്കുന്നതാണ് ഈ വേർതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ആടുകൾ എന്നുള്ള വിളി. എൻ്റെ ആടുകൾ. എന്താണ് ഈ ആടുകളുടെ പ്രത്യേകത? നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 1:18-19 നമ്മൾ വായിക്കുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളും കൊണ്ട് അല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്, നേരെ മറിച്ചോ ദൈവത്തിൻ്റെ പുണ്യാക രക്തം, യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിന്റെ വിലയാണ് ഈ എൻ്റെ ആടുകൾ, അല്ലെ എൻ്റെ ജനം എന്ന് പറയുന്ന ദൈവജനത്തിനുള്ളത്. ആ വേർതിരിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ വിശുദ്ധീകരണവും വേർതിരിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ വേർതിരിവും അല്ലെങ്കിൽ ശുദ്ധീകരണം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആർക്കും, ശുദ്ധീകരണം എന്നുള്ള പദമല്ല, വേർതിരിവ് അല്ലെങ്കിൽ ഈ വ്യത്യാസം, ഇതാരാണ് ഈ വ്യത്യാസം കൊണ്ടുവരുന്നത്? സാക്ഷാൽ ദൈവം തന്നെയാണ് ഈ വ്യത്യാസം കൊണ്ടുവരുന്നത്, ഈ വേർതിരിവ് കൊണ്ടുവരുന്നത്. അതായത് ലോകം നരകത്തിലേക്ക് അല്ലെങ്കിൽ ന്യായവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജനമാകുന്ന, അല്ലെങ്കിൽ എൻ്റെ ആടുകൾ എന്ന് വിളിക്കപ്പെടുന്ന ജനം യാതൊരു ശിക്ഷാവിധിയും ഇല്ലാതെ വേർതിരിച്ച് വെച്ചിരിക്കുന്നു. റോമാലേഖനം 8:1. യാതൊരു ശിക്ഷാവിധിയില്ലാതെ. എന്തുകൊണ്ടാണ്? എൻ്റെ ജനം അല്ലെങ്കിൽ എൻ്റെ ആടുകൾ ആയതിൻ്റെ ആ ഒരു പ്രിവിലേജ്. ഈ ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.